ടോട്ടൽ എക്സ്പീരിയൻസ് പറയാനൊന്നുമില്ല, വളരെ മോശം സിനിമയാണ്. കാരണം ഞാൻ ഒരു സിനിമയ്ക്കെതിരല്ല, ഞാൻ ഒരു പ്രൊഡ്യൂസർക്കെതിരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു നടനെക്കാട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസറാണ്. കാരണം പ്രൊഡ്യൂസറുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുകയുള്ളൂ ഏത് സിനിമ വന്നാലും. പക്ഷേ നമുക്ക് ഒരു സിനിമ പറയുമ്പോൾ ആ സിനിമയുടെ നമ്മളൊരു പ്ലോട്ട് പറയുമ്പോൾ അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വിശകലനം നടത്തണം. ഇതിലെ നടൻ തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് നടത്തിയിരിക്കുന്നത്, മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യം പോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്, അയാളുടെ മോനുണ്ട്, കൊച്ചുമോനുണ്ട്. ഇതെല്ലാവരുമായിട്ടൊന്ന് ചേർന്ന് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ബൂസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടി എടുത്തൊരു സിനിമയാണ്. കാരണം അക്ഷയ് കുമാർ, പ്രഭാസ്, മോഹൻലാലും തുടങ്ങിയിട്ടുള്ള വമ്പൻ താരനിരയുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തുള്ള സീനുകളുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ താരപദവി ഉയർത്താൻ വേണ്ടി എടുത്ത ഒരു സിനിമയാണ്. ഇത് സ്ക്രിപ്റ്റിങ് കറക്റ്റല്ല, ഇത് നല്ലത്. കാരണം എവിടെയൊക്കെയോ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ആരൊക്കെയായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ലോജിക്കില്ലാത്ത സിനിമയാണ്. പേഴ്സണലി ഞാൻ പറയുകയാണ്, ഞാൻ ലാലേട്ടനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ എപ്പോഴും ലാലേട്ടൻ്റെ ഒരു ഫാൻ തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, ഇത്തരം സിനിമകളിലൊന്നും അഭിനയിക്കാതിരിക്കും. കാരണം നമ്മളൊക്കെ ലാലേട്ടൻ്റെയൊക്കെ ഒരു പരിധികൾ വിട്ടു തുടങ്ങി, മനസ്സിലായി? പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലം നല്ലത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ മനസ്സിൽ ആ സ്ഥാനം ഉണ്ടാവും. ട്രോളി എല്ലാവർക്കും ഒരു ട്രോളായിട്ട് മാറാതെ. നമുക്കറിയാം കഴിഞ്ഞ സിനിമകളിൽ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമകൾ വന്നപ്പം ലാലേട്ടനെ ഈ പറഞ്ഞ ആരാധിച്ചവരെല്ലാം ട്രോളി ഒരു അവസരം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ലാലേട്ടൻ്റെ കൂടെ എന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിന് ഇനി ഒരു അവസരം കൊടുക്കാതിരിക്കുക ലാലേട്ടൻ, ദയവ് ചെയ്ത്. കാരണം ഈ നടൻ എന്ന് പറഞ്ഞ ആക്കളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഒന്നുമില്ല. ഒരു ഇമോഷണലാണെങ്കിലും ഒരു എന്ത് സീനെടുത്ത് വെച്ച് നോക്കിയോ, ഈവൻ ഏത് സീൻ വേണമെങ്കിലും നോക്കിയോ, ആ സീനുമായിട്ട് യാതൊരു ബന്ധമില്ല നടൻ. എപ്പോഴും വെളുപ്പിച്ച് വന്നിരിക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇതിൽ ശരിക്കും പറയാം, മലയാളത്തിൽ റീയൂണിയനല്ലേ, നമ്മൾ കോളേജിലും സ്കൂളുകളിലൊക്കെ റീയൂണിയൻ നടത്തില്ലേ, അത് തന്നെയാണ്. അതായത് അസ്തമിക്കാറായിട്ടുള്ള കുറേ പ്രതിഭകളെ കൊണ്ടുവന്നു, ആ ഫ്രെയിമിൽ ഫില്ല് ചെയ്തു, അവരെ വെച്ചിട്ട് ഇവർ ശരിക്കും റീയൂണിയൻ നടത്തിയതാണ്. ഇത് അവരെ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത സിനിമയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ശിവൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, ഞാനൊരു ഹിന്ദുവാണ്. ഇപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ മതം വിശ്വാസമുള്ളതാണ്, മുസ്ലിം മതം വിശ്വസിക്കുന്ന ആളാണ്. ശിവനെയൊക്കെ വെച്ചൊരു പടം ചെയ്യും, ബാഹുബലിയൊക്കെ ഉള്ളൊരു കഥ എടുക്കും, മനസ്സിലായി? ഇതങ്ങനെ ബോധ്യപ്പെടുത്തണം. ഇത് എവിടെയൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നതായിട്ട് ഒരു ലോജിക്കും ഇല്ല കൂട്ടുകാരൻ. സോഷ്യൽ മീഡിയയിൽ ഫുൾ ട്രോള് തുടങ്ങി, മരക്കാറിന് ശേഷമുള്ള ഒരു ട്രോളാണ്. ട്രോള് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അശ്വന്ത് ഗോക്ക് ഇപ്പം താറ് മേടിച്ചിട്ടുണ്ട്, കാറ്. അപ്പൊ അദ്ദേഹത്തിന് പുതിയൊരു ബെൻസ് മേടിക്കാനുള്ള അവസരം വീണ്ടും ഇതിലൂടെ കിട്ടുകയാണ്. അപ്പൊ ഇത്തരം സിനിമകൾ വരുമ്പോൾ അയാളെ കാരണം കൂടാനാണ് സാധ്യത. അയാളിപ്പം താമസിക്കുന്ന നിസ്സാര സ്ഥലത്തായിരിക്കും. അപ്പോൾ വലിയൊരു കാർ ശേഖരം തന്നെ അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ കാരണം 2 ലക്ഷം 3 ലക്ഷം ആൾക്കാരിലെ കാണണം. ഒരു മാസം ആകുമ്പോൾ റവന്യൂ എത്രയായി? അപ്പോൾ അദ്ദേഹത്തിന് നല്ല വരുമാനമാവും. അപ്പോൾ ഇത്തരം സിനിമകൾ വരുമ്പോഴേ വരുമാനം ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ട്രോൾ അടുപ്പിക്കാതിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും. നിങ്ങളൊരു സിനിമ എടുക്ക്, സിനിമ എല്ലാം സക്സസ് ആകാൻ പറ്റില്ല. നമ്മൾ പറയുന്നുണ്ട്, എല്ലാ ഭാവവും ക്ലിയർ ചെയ്ത് ഒരു സിനിമ ആർക്കും ഇറക്കാൻ പറ്റില്ല. രാജമൗലിയുടെ സിനിമകൾ പോലും ഫോൾട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങിയുണ്ടാവും. പക്ഷെ നമ്മളെ പിടിച്ചിരുത്തണം. ഒരു സിനിമയിൽ നമ്മൾ ആ സിനിമയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇത് അങ്ങനെയൊന്നുമില്ല. തുടക്കം മുതൽ തിയേറ്ററിനകത്തിരിക്കുന്ന ട്രോളാണ്. സിനിമ കണ്ടു നോക്ക്, പിന്നെ ഇത് ട്രോള് നമുക്ക് ചിരിക്കാന്ന്. ഞാൻ പറഞ്ഞില്ലേ, അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം ഇല്ലേ, അത് ഇതിലും എന്ത് ഭംഗിയാ കാണാൻ. ഞാൻ പറഞ്ഞില്ലേ, അല്ല അത്ര എക്സ്പ്രഷൻ പോലും ഈ നടനില്ല എന്നുള്ളതാണ്. പിന്നെ ഇനി പറയേണ്ട ആവശ്യം.